ഹലോ ഹായ്, ഞാൻ സ്മിത ആൽബി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് ജിഷയാണ്. ജിഷ വന്നിട്ട് കള്ളിക്കാട് നിന്നാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സ്കിൻ ടോൺ ഒന്നും മാറ്റരുത്, അതേ സെയിം സ്കിൻ ടോണിൽ തന്നെ ചെയ്യണമെന്നാണ്. എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ അത്യാവശ്യം വേറെ പാടുകളോ അല്ലെങ്കിൽ പിമ്പിൾസോ ഒന്നും ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് നമ്മുടെ അതാത് സ്കിൻ ടോണിൽ തന്നെ ചെയ്യുന്ന മേക്കപ്പ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതുപോലെയാണ് ജിഷ എനിക്ക് കിട്ടിയത്. നല്ല ക്ലിയർ സ്കിന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്കിൻ ടൈപ്പാണ് കേട്ടോ ജിഷയുടെ. പിമ്പിൾസോ അല്ലെങ്കിൽ മാർക്സോ അങ്ങനെ വേറെ ഒന്നുമില്ല. ടാൻ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ടാനൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ബ്രൈഡ്സിൽ വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. നമ്മുടെ ഫേഷ്യലൊക്കെ ഭയങ്കര നല്ല ഫേഷ്യലൊക്കെ ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് മഞ്ഞളൊക്കെ ഇട്ടിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ലെൻസ് എന്ന് പറഞ്ഞാൽ ഗ്രേ ലെൻസാണ് കൊടുത്തിട്ടുള്ളത്. ആളുടെ സ്കിൻ ടോൺ ഒന്നും നമ്മൾ മാറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ സ്കിന്നിന് ചേർന്നുള്ള രീതിയിലുള്ളൊരു ഗ്രേ ലെൻസാണ് കൊടുത്തില്ല. ജിഷ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്ത്, ജസ്റ്റ് ഒരു ചെറിയൊരു ഗ്രേ ആയിട്ടുള്ള അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ലുക്കിൽ തന്നെ ഭയങ്കര സൂപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ണൊക്കെ കാണാൻ കുറച്ചുകൂടെ ഒന്ന് ഉണർന്ന് അടിപൊളിയായിട്ടുണ്ട് അല്ലേ? എന്ത് തോന്നുന്നു ജിഷയ്ക്ക് ഇട്ടപ്പോൾ? കംഫർട്ടാണ് ഇട്ടപ്പോൾ? അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല? ഓക്കെ, ആദ്യമായിട്ടാണ് ജിഷ ലെൻസ് ഇടുന്നത്. ഇട്ടപ്പോൾ തന്നെ വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. 5 മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. കണ്ണടച്ച് വെച്ചിട്ട് ആ ഒരു തട്ടിൽ അല്ലെങ്കിൽ ആ ഒരു മങ്ങൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് മാറിക്കിട്ടും. ഇപ്പം നമ്മൾ മേക്കപ്പിലോട്ട് കിടക്കാൻ പോവുകയാണ്. ഇതിലേറ്റവും ജിഷയുടെ പുരുവ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ തന്നെയാണ് ത്രെഡ് ചെയ്തത്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അത്യാവശ്യം എന്താ പറയുക, നല്ലൊരു ആർച്ച് ഷേപ്പിലുള്ള പുരുകം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചേഴ്സ് എല്ലാം അടിപൊളിയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് മേക്കപ്പ് ചെയ്ത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് എന്തായാലും കാണാം. നമുക്ക് ജിഷയ്ക്ക് ഈ ഒരു ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. ഓൺ ഷെയ്ഡിൽ നിന്ന് കുറച്ചൊരു ബ്രൈറ്റ്നസ് തോന്നുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഫൗണ്ടേഷൻ ഇട്ടൊരു ഫീൽ തോന്നാത്ത രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ ഇട്ടിട്ടില്ല, ഈ ഭാഗത്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫിനിഷിങ് നമുക്ക് നാച്ചുറൽ സ്കിൻ എങ്ങനെയാണോ ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ജിഷയുടെ മേക്കപ്പ് ഓവറോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക്. ഇതൊരു ഗൗൺ ടൈപ്പായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ ഗൗൺ അല്ല. ഇത് വന്നിട്ട് നമുക്ക് ഒരു ലഹങ്ക അല്ലേ, ലഹങ്ക മോഡലാണ്. പുള്ളിക്കാരി പറഞ്ഞ് ചെയ്യിപ്പിച്ച ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് അല്ലേ. പക്ഷെ നന്നായിട്ട് ചേരുന്നുണ്ട് ആൾക്ക്. ഈ കളറ് ഭയങ്കരമായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. അതിന് യോജിച്ച ഒരു മാലയും അതിൻ്റെ അതേ കമ്മലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. മേക്കപ്പ് എങ്ങനെയുണ്ട് ആദ്യം അത് പറയാം. കളറൊക്കെ എന്താ പറയണ്ടേന്ന് അറിയുമ്പോൾ കൊള്ളാം, ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. പ്രതീക്ഷിച്ചതിനെക്കാട്ടി അടിപൊളിയായി. പേടിയുണ്ടായിരുന്നു? കുഴപ്പമില്ല, പേടിയൊന്നും ഇല്ല, കോൺഫിഡൻസ് ആയിരുന്നു. ഓക്കെ ഓക്കെ. എന്നാലും അങ്ങനെ പറയുന്നെങ്കിലും ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൾ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് നോക്കുകയാണോ നമുക്കറിയാം. പിന്നെ കുറേ ആ ഒരു സെറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾ ഹാപ്പിയായി. അതിനുശേഷമാണ് ഇച്ചിരി സമാധാനമായിട്ട് കിടന്നത്. ഇപ്പം എന്തായാലും ടൈമും ആയിട്ടുണ്ടല്ലേ ആൾ. പിന്നെ ഹെയർ സ്റ്റൈൽ നമ്മൾ കൊടുത്തത് ഇങ്ങനെ ഒരു പോണിറ്റെയിൽ വെച്ചിട്ടാണ് കൊടുത്തത്. ഈ ഒരു ഹെയർ സ്റ്റൈലാണ്. അതിന് പറ്റിയൊരു ഫ്ലവർ സെറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓവറോൾ ഒരു ഡോളിനെ പോലൊരു ലുക്ക് അല്ലേ. അതാണ് നമ്മൾ ഒരു ഇതായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് കുറച്ചുകൂടെ നമ്മൾ വേരിയേഷൻ കൊടുത്തായിരുന്നു, പക്ഷെ ആൾക്ക് കുറച്ച് ലെങ്ത് കൂടുതലായിട്ട് തോന്നുന്നതുകൊണ്ടാണ് ഒരുപാട് നമ്മൾ ഹൈറ്റ് ചെയ്ത് കൊടുക്കാത്തത്. അത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വെസ്റ്റേൺ സ്റ്റൈലിൽ അങ്ങനത്തെ ഒരു ലൈൻസ് ഒക്കെ ഇട്ടിട്ട്, പക്ഷെ കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടിയപ്പോൾ അതിൻ്റെതായ ഒരു ഷേപ്പിന് ഒരു വേരിയേഷൻ വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് വേരിയേഷൻ ഇങ്ങനെ തന്നെ നോർമൽ ലുക്കിലോട്ട് പോയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അവരവരുടെ സ്കിൻ ടോൺ മേക്കപ്പ് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക.